അല്ല ഓഡിബിൾ ആണല്ലോ ഇപ്പം സ്ലൈഡും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഹലോ, സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പം? ഹലോ, ആരെങ്കിലും സംസാരിക്കും? കാണുന്നുണ്ട് സാർ. ആണോ? ഓക്കെ സാർ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഫാസ്റ്റായിട്ട് റിവ്യൂ ചെയ്യുകയാണ്. നമ്മൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് convolution of two sequence, okay, both in discrete time and continuous time. So ഈ മോഡ്യൂളിൽ നമ്മൾ നോക്കിയ ഒരെണ്ണം ലീനിയർ ടൈം വേരിയൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ട്. ലീനിയർ ടൈം ചെക്ക് എ സിസ്റ്റം വെദർ ഇറ്റ് ഈസ് ലീനിയർ ഓർ ടൈം വേരിയൻറ്റ് ഓർ കോസൽ സിസ്റ്റം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയതാണ്. ഒരു സിസ്റ്റം എങ്ങനെയാണ് ലീനിയാരിറ്റി ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ സൂപ്പർപൊസിഷൻ തിയറം അപ്ലൈ ചെയ്താണ്. രണ്ടാമത് ഒരു ടൈം വേരിയൻറ്റ് സിസ്റ്റം ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നത് ടി ഓർ എക്സ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എക്സ് എൻ മൈനസ് ടോ ആണോ എന്ന് നോക്കുക, അതിന് തിയറം നോക്കുക. അത് വെച്ച് നമ്മൾ ഫാസ്റ്റായിട്ട് രണ്ട് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കോൺവല്യൂഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. രണ്ട് സിഗ്നൽസിനെ നമ്മൾ ആദ്യം എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും സിഗ്നൽ ഉണ്ടെങ്കിൽ ആ സിഗ്നലിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഗ്രാഫിക്കൽ മെത്തേഡാണ്, നിങ്ങൾ നോട്ടിൽ നോക്കിയാൽ മതി, എഴുതിയെടുക്കണമെന്നില്ല. ജസ്റ്റ് ഈ സ്ലൈഡ് ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ്. പുതിയ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കിയിടാം. അത് എക്സ് ഓഫ് എന്നും എച്ച് ഓഫ് എന്നും ഉണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ നമുക്ക് ഡൊമൈൻ മാറ്റുന്നു. അതായത് എക്സ് എന്നിന് എക്സ് ഓഫ് കെയും ഇത് എച്ച് ഓഫ് കെയും മാറ്റുന്നു. എന്നിട്ട് എന്താണ് മെത്തേഡ്? വൺ ഓഫ് ദി സീക്വൻസ് ഈസ് ടൈം റിവേഴ്സൽ. ഐദർ എക്സ് ഓഫ് കെ ആക്കാം അല്ലെങ്കിൽ എച്ച് ഓഫ് കെ ആക്കാം. എച്ച് ഓഫ് ഇവിടെയാണെങ്കിൽ എച്ച് ഓഫ് കെ ടൈം റിവേഴ്സ് ചെയ്യുന്നു, എച്ച് മൈനസ് കെ. സോ എച്ച് മൈനസ് കെ ആകുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലുള്ള സാമ്പിൾസ് എല്ലാം ലെഫ്റ്റ് സൈഡിലോട്ട് പോകും, ലെഫ്റ്റ് സൈഡിലെ സാമ്പിൾസ് എല്ലാം റൈറ്റ് സൈഡിലോട്ട്. ഇവിടെയാണെങ്കിൽ എല്ലാം റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സ് മൈനസ് കെ ഈസ് 0 ആൻഡ് -1. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാൻ, ഈ ഇൻവെർട്ടഡ് അല്ലെങ്കിൽ ടൈം റിവേഴ്സലാക്കിയ സിഗ്നലിനെ നമ്മൾ നേരത്തെ എക്സ് ഓഫ് കെ കൊണ്ട് ഓരോ സാമ്പിളും മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതിനെ എക്സ് ഇത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ ഫസ്റ്റ് y0 കണ്ടുപിടിക്കുക, y1 കണ്ടുപിടിക്കുക, ദെൻ y2 കണ്ടുപിടിക്കുക. അപ്പോൾ ഓരോന്നും നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഓരോ സാമ്പിൾസ് കണ്ടുപിടിക്കും. ദിസ് നോൺ ആസ് ദ ഗ്രാഫിക്കൽ മെത്തേഡ്. ഓക്കെ, വേറെ ഏത് മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്? വേറെ ഏത് മെത്തേഡ്? മാട്രിക്സ് മെത്തേഡ് നമ്മൾ നോക്കിയിട്ടുണ്ട്. കാണുമായിരിക്കും സ്ലൈഡിലുണ്ട് മാട്രിക്സ് മെത്തേഡ്. പിന്നെ ഏതാ? ഡിഫറെന്റ് അതിൽ നമ്മൾ ധാരാളം പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ നമ്മൾ മിക്ക ഫിസിക്കലായിട്ട് ക്ലാസ് എടുത്തതാണ്. ആ ക്ലാസ്സിൽ നമ്മൾ ധാരാളം പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ രണ്ടാമത് അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ എനിക്കൊന്ന് ക്ലാസ്സിലുള്ള നോട്ട് നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നോക്കേണ്ടി വരും. നമ്മൾ ഒന്നെങ്കിൽ മെട്രിക്സ് മെത്തേഡ് ചെയ്യുക, അതായത് നിങ്ങളൊരു ഗ്രാഫിക്കൽ മെത്തേഡ് കുറച്ച് ഓൾഡ് സ്റ്റൈൽ, അതായത് ബേസിക് ലെവൽ, എൻട്രി ലെവലാണ്. നമ്മൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആകുമ്പോൾ, കുറച്ചും കൂടെ ഡെപ്ത് ആകുമ്പോഴത്തേക്കും നമുക്ക് മെട്രിക്സ് ലെവലിലോട്ട് മാറി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നോക്കുന്ന സ്റ്റെപ്പ് റെസ്പോൺസ്. വാട്ട് യു മീൻ ബൈ സ്റ്റെപ്പ് റെസ്പോൺസ്? ഹലോ, വാട്ട് ഈസ് മീൻ ബൈ ഇമ്പൾസ് റെസ്പോൺസ്? എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? നമ്മളൊരു സിസ്റ്റത്തിൽ എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് പറയാമോ?
ആരെങ്കിലും? ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. നമുക്കൊരു സിസ്റ്റം HF(n) ഉണ്ട്. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാം. ആരാണ് പറയേണ്ടത്? ഇന്ന് ആര് വന്നു? ആതിര ലേറ്റ് ആയിട്ട് വന്നല്ലോ. ആതിര കേൾക്കാമോ? ആതിര കേൾക്കാമോ? കേൾക്കാം സർ. എന്താ വാട്ട് യു മീൻ ബൈ ഇമ്പൾസ് റെസ്പോൺസ്? സർ കേൾക്കാം. എന്താണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ? ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമുക്ക് ഒന്ന് ബാക്കിയുള്ളവർക്കും ഒന്ന് പറഞ്ഞു. അറിയില്ല. അടുത്ത ആരാ? ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. കാവ്യ ഇമ്പൾസ് റെസ്പോൺസ് നമ്മൾ ചോദിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നണ്ട, കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനമാണ്. കാവ്യ ഇതാണ് അറിയില്ല. ഇമ്പൾസ് നമ്മളിപ്പോ ഇത് ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. അതിന് മുമ്പായിട്ട് ചോദിച്ചതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്. സ്ലൈഡ് വായിക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഇമ്പൾസ് എന്ന്. അതിൻ്റെ അകത്ത് സ്ലൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഈ സ്ലൈഡിൽ തന്നെ. അതായത് ഒരു സിസ്റ്റം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ എനിക്കൊന്ന് ഒരു ബേസിക് ഒന്ന് തുടങ്ങാം. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൽ ഒരു ഇൻപുട്ട് കാണും, ഒരു ഔട്ട്പുട്ട് കാണും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് കാണും, ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് കാണും. സോ ഒരു ഇൻപുട്ട് ഉള്ള സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റം. ദിസ് ഇസ് എ സിംഗിൾ ഇൻപുട്ട് സിംഗിൾ ഔട്ട്പുട്ട് സിസ്റ്റമാണ്. പിന്നെ ഉള്ളത് മൾട്ടി ഇൻപുട്ട് മൾട്ടി ഔട്ട്പുട്ട് സിസ്റ്റം. ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുക, ഒരു സിസ്റ്റം H ഉണ്ട്. H is the system function and it has a input that is delta T and output H of T. Okay. സോ എന്നിട്ട് എന്ത് പറയാം? ഈ സിസ്റ്റത്തെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊരു കണ്ടിന്യൂസ് ടൈം ലീനിയർ സിസ്റ്റമാണ്. കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഡെൽറ്റ ടി ആണ് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ടിൽ HF T ആണ്. ഓക്കെ. ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടിലോട്ട് ഡെൽറ്റ ടി ഫംഗ്ഷൻ കയറ്റി വിടുന്നതാണ് സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഇതിൽ ഈ ഫിഗറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു സിസ്റ്റത്തിലോട്ട് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ഫംഗ്ഷൻ പാസ് ചെയ്ത ഇൻപുട്ടിന് പകരം ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റെസ്പോൺസിനെയാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി? നമ്മുടെ സ്ലൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായ കാര്യം? ഒരു ഇൻപുട്ടിന് നമുക്ക് ഡെൽറ്റ ടി ഇമ്പൾസ് ഫംഗ്ഷൻ. എന്താണ് ഈ ഇമ്പൾസ് ഫംഗ്ഷൻ? ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി വാല്യൂ അറ്റ് 0. ബാക്കി 0 അല്ലാത്ത വാല്യൂസിലെല്ലാം 0 ആണ്. ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ഓർ വാല്യൂ ഓൺലി ഇൻ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. അതർവൈസ് ഇറ്റ് ഈസ് 0. നമുക്കറിയാവുന്നൊരു ഫെമിലിയറാണ്. ഇവിടെയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിലാണെങ്കിൽ ഡെൽറ്റ ടി കൊടുത്തു കഴിഞ്ഞാൽ HF T ആണ് ഇമ്പൾസ് റെസ്പോൺസ്, യൂണിറ്റ് ഇമ്പൾസ് റെസ്പോൺസ്. ഇനി സപ്പോസ് ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിലോ? ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ ഡെൽറ്റ N കൊടുത്തു കഴിഞ്ഞാൽ, ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ആണെങ്കിൽ ഡെൽറ്റ N കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നത്? ആ റെസ്പോൺസ് ആണ് ഇമ്പൾസ് റെസ്പോൺസ്. ഇത് ക്ലിയർ? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് ആ ഇൻപുട്ടിലോട്ട് ഇമ്പൾസ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്താണ് സ്റ്റെപ്പ് റെസ്പോൺസ്? ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസ് അറിയായിരിക്കും. അരുൺ, എന്താണ് അപ്പൊ സ്റ്റെപ്പ് റെസ്പോൺസ്?
ഒരു സിസ്റ്റത്തിലേക്ക് സ്റ്റെപ്പ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കിട്ടണതാണ്. എന്ത് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പ് അല്ലെ? സ്റ്റെപ്പ് സിഗ്നൽ. അതെ, കറക്റ്റ്. ഇവിടെ നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്, ഒരു സിസ്റ്റത്തിലോട്ട് ഒരു സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ് സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഇമ്പൾസ് റെസ്പോൺസും സ്റ്റെപ്പ്. അപ്പൊ ഇത് നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഇതിന്റെ നോട്ട് മെറ്റീരിയൽ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ക്ലാസ്സിൽ കവർ ചെയ്യാത്ത ഒരു പോർഷനാണെന്ന് തോന്നുന്നു. സോ ഇൻപുട്ടിൽ ഒരു സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി എങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും? ഒരു ഔട്ട്പുട്ട്, ഒരു സിസ്റ്റം ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് ഇൻപുട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് റെസ്പോൺസ്. നമ്മൾ സാധാരണ HN, HT എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസിന്റെ അഡ്വാൻറ്റേജ് ഇതാണ്, ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ ആ സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്ന ഏത് ഇൻപുട്ടിന്റെയും ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പൊ സപ്പോസ് ഈ സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് HT ആണ്. ഈ HT അറിയാമെങ്കിൽ ഈ സിസ്റ്റത്തിലോട്ട് വരുന്ന സൈൻ ഫംഗ്ഷനോ ഏത് സാധനമാണെങ്കിലും ഇൻപുട്ട് കോൺവല്യൂട്ട് ടു HT ഈക്വൽ ടു YN. സോ അങ്ങനെയാണ് ഈ കോൺവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് YN ഈക്വൽ ടു XT കോൺവല്യൂട്ട് ടു HT. അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈമിലാണെങ്കിൽ YN ഈസ് ഈക്വൽ ടു XN കോൺവല്യൂട്ട് ടു HN. മനസ്സിലായി? കൺവല്യൂഷന്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമുക്ക് അങ്ങനത്തെ, അതായത് ഒരു സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ റെസ്പോൺസ്, ഏത് ഇൻപുട്ട് കൊടുത്താലോ കിട്ടുന്ന റെസ്പോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അവിടെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കോൺവല്യൂഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇനിയിപ്പം സ്റ്റെപ്പ് റെസ്പോൺസ് ആണെങ്കിലോ, ഒരു സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റെപ്പ് കൊടുത്താൽ ഔട്ട്പുട്ട് കിട്ടുന്ന റെസ്പോൺസ്. ദാറ്റ് ഈസ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കാണിച്ചു തരാം. Step response XN is equal to HN multiply convolution to UFN. So this XN is known as the step response. Okay. So again, a convolution is summation from n from minus infinity to infinity h of k and un minus k. Un minus k. So un minus k is 0 for k is equal to n. So better to, you can follow this one. You can find the step response of a system just to convolute the inputs h of n and u of n. And the mother no k. Okay. And if it is un minus k is 0, then xn is equal to summation from minus k to n h of k മാത്രം കണ്ടാലും മതി. നമുക്ക് ഒരു പ്രോബ്ലം, ഇതിന്റെ പ്രോബ്ലം നോക്കാം. Find the step response if impulse response are. അപ്പൊ നമുക്ക് എന്ത് റെസ്പോൺസ് അറിയണമെങ്കിലും ഇമ്പൾസ് റെസ്പോൺസ് കിട്ടിയില്ല. ഇതെല്ലാം തന്നിരിക്കും, ഈ 3 പ്രോബ്ലം തന്നിരിക്കുന്നത് ഇത് എന്താണ്, ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ഇത് h of n ആണ്, അത് ഡിസ്ക്രീറ്റ് ടൈം ആണ്. സ്റ്റെപ്പ് റെസ്പോൺസ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഇതേ ഉള്ളൂ, ഇതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ. ഇമ്പൾസ് റെസ്പോൺസ് കോൺവല്യൂഷൻ ടു step response, step signal. Okay. The first problem, first നമ്മൾ എന്ത് ചെയ്യുന്ന, what is the signal? Signal is equal to h of n delta n minus 2 and delta n minus 3. Both are shifted.
Then, so basic equation എന്താണ് x of n is equal to h of n convolution to u of n. Basic ആയിട്ട് നമുക്ക് ഇപ്പോൾ സപ്പോസ് then delta n minus 2 plus delta n minus 3 convolute to h of n. So നമ്മൾ you can apply the associate property so that നമുക്ക് ഓരോന്നിൻ്റെയും കോൺവല്യൂഷൻ ചെയ്ത് ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഡെൽറ്റ n മൈനസ് 2 convolution to u of n, delta n minus 3 convolution to u of n. And what is u of n? U of n is a right-handed side sequence. It has only value in n is equal to positive values. Left side 0. So what is the value? So ഇത് രണ്ടും കൂടെ multiply ചെയ്യുമ്പോൾ we can, so actually delta n minus 2, delta n എന്ന് പറഞ്ഞാൽ അറിയാം it has a value only in 0. ഇതിലാണെങ്കിലോ ഡെൽറ്റ n മൈനസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ 0യിലുള്ള സാധനം റൈറ്റിലോട്ട് 2 പ്രാവശ്യം ഷിഫ്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഹാസ് വാല്യൂ ഓൺലി അറ്റ് n മൈനസ് 2 മാത്രമേ ഉള്ളൂ. സോ അതും നമ്മുടെ യു ഓഫ് എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു എഫിന്റെ ബാക്കി എല്ലാ പാർട്ടും യു ഓഫ് എന്നിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ സിഗ്നൽ ഉള്ളൂ, വാല്യൂസ് ഉള്ളൂ. പക്ഷെ ഇതുമായിട്ട് കോൺവല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? യു n minus 2 മാത്രമായിട്ട് വരും. യു n minus 2 and യു n minus 3. The next problem we can have another. This is a familiar input. H of n is equal to minus a raised to n u of n. എന്ത് മനസ്സിലായി? സോ ഫസ്റ്റ് ഇത് തന്നെ ഒരു രണ്ട് സിഗ്നൽസിന്റെ പ്രോഡക്റ്റ് ആണ് അല്ലേ? ഇത് തന്നെ ഒരു രണ്ട് സിഗ്നലിന്റെ പ്രോഡക്റ്റ് ആണ്. എന്തൊക്കെയാണ്? ഒരു എക്സ്പോണൻഷ്യൽ സീക്വൻസ് മൈനസ് എ റേസ് ടു എന്നും യു ഓഫ് എൻ. സോ ദാറ്റ് മീൻസ് എച്ച് ഓഫ് എൻ ഈസ് എ റൈറ്റ് ഹാൻഡഡ് സീക്വൻസ്. കാരണം യു ഓഫ് എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം പ്യൂർലി റൈറ്റ് ഹാൻഡഡ് സൈഡ് സിഗ്നൽ. എക്സ്പോണൻഷ്യൽ സിഗ്നൽ ലെഫ്റ്റിലും സിഗ്നൽ കാണും, റൈറ്റിലും കാണും. ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് എ ഇറ്റ് ഈസ് ഡീക്കേയിങ് കാണും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ക്യാരി കൂടിക്കൂടി വരുന്നതായിട്ട് വരും. ഗ്രോയിങ് സ്റ്റേജ് നമുക്ക് സ്റ്റെപ്പ് റെസ്പോൺസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ കോൺവല്യൂഷൻ ടു യു ഓഫ് n and minus a raised to n u of n into convolution to this one. So naturally we have, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഗ്രാഫിക്കൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നു, രണ്ട് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നാണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ കുറഞ്ഞു വരുന്ന സിഗ്നൽ, മറ്റേതാണെങ്കിൽ സ്റ്റെപ്പാണ്. സോ സ്റ്റെപ്പിനെ നമ്മൾ വൺ ഓഫ് ദി സിഗ്നലിനെ നമ്മൾ ഗ്രാഫിക്കലി എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെർട്ട് ചെയ്യും. നമ്മൾ ഇപ്പം ചെയ്യുന്നത് എങ്ങനെയാണ് കോൺവല്യൂട്ട് ചെയ്യുന്നത്? ഇത് രണ്ട് എക്സ് ഓഫ് കെയിലോട്ട് മാറ്റും. എന്നിട്ട് യു ഓഫ് കെ ഉള്ളതിനെ യു മൈനസ് കെയിലോട്ട് മാറ്റും. യു മൈനസ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾഡഡ് ആണ്, അല്ലെങ്കിൽ ടൈം റിവേഴ്സലാണ്. ആ ടൈം റിവേഴ്സൽ സിഗ്നലിനെ നമ്മൾ റൈറ്റിലോട്ട് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സോ ഇൻഎഫക്റ്റീവ്ലി ഇറ്റ് ഹാസ് എ വാല്യൂ ഓഫ് മൈനസ് കെ റേസ് ടു കെ ഫ്രം 0 to n മാത്രമേ വരൂ. കാരണം നമുക്കറിയാം ഒരു രണ്ട് സ്റ്റെപ്പ് റെസ്പോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ വാല്യൂ ഓൺലി അപ് ടു കെ ഫ്രം 0 to n ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് n. സോ ഇപ്പോൾ നമുക്ക് നോക്കാം സമ്മേഷൻ ഓഫ് ഒരു ഫൈനൈറ്റ് സീക്വൻസ് ആണ്. സമ്മേഷൻ ഓഫ് ഫൈനൈറ്റ് സീക്വൻസിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. എന്താണ് ഫോർമുല? ആര് പറയാം? നമ്മൾ മിഥുൻ കേൾക്കാമോ? സമ്മേഷൻ ഓഫ് ഫൈനൈറ്റ് സീക്വൻസിന്റെ ഫോർമുല നമ്മള്
മറന്നുപോയി. ആ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ഈ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ അഞ്ജിമ ചോദിച്ചു, അഞ്ജിമയാണ് ചോദിച്ചത്. അഞ്ജിമ, വാട്ട് ആർ ദ ബേസിക് ഓഫ് സിഗ്നൽസ്? ബേസിക് ഓഫ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫൗണ്ടേഷൻ ഓഫ് മാത്സേ ഉള്ളൂ. അപ്പോൾ ആ മാത്സിൽ നിന്ന് നമ്മളടുത്ത് തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ക്ലാസ്സിലെല്ലാം നമ്മൾ ഇങ്ങനത്തെ കോമ്പറ്റീഷനിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ആരെങ്കിലും പറയാമോ? അത് കുഴപ്പമില്ല, മറന്നു. ഹരിയ പറയുന്നുണ്ട്. ഫസ്റ്റ് ടേം ബൈ 1 minus common difference. ഫസ്റ്റ് ടൈം ബൈ 1 minus common difference അല്ല. അത് ഇൻഫൈനൈറ്റ് സീക്വൻസിന്റെ സമ്മേഷനാണ്. ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ് 1 by 1 minus common difference. ഓക്കെ, ഇവിടെയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് ഫൈനൈറ്റ് സീക്വൻസ് ഫസ്റ്റ് ടൈം മൈനസ് എന്താണ് ലാസ്റ്റ് ടൈം ബൈ ഫസ്റ്റ് ടൈം മൈനസ് ലാസ്റ്റ് ടൈം ഇൻറ്റു കോമൺ ഡിഫറൻസ് ബൈ 1 minus കോമൺ ഡിഫറൻസ്. നിങ്ങൾ പറയാം ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ഇൻറ്റു ലാസ്റ്റ് ടൈം ബൈ 1 minus കോമൺ ഡിഫറൻസ്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലത്തിൽ അതാണ് നമുക്കുള്ളത്. 0 മുതൽ n വരെ ഉള്ളത് ഒരു സമ്മേഷൻ ചെയ്യാൻ പറയുന്നു. 0 മുതൽ n. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ടൈം ഈസ് k = 0 കൊടുക്കുന്നു. ഇതിൽ 0 കൊടുക്കുന്നു. അതാണ് 1 ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 1 ആയിട്ട് വന്ന മൈനസ്. ഇനി എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ k ഇല്ലാത്ത, അതായത് മൈനസ് എ ആണ് കോമൺ ഡിഫറൻസ്. കാരണം ഓരോ പ്രാവശ്യം കൂടി വരുന്നത്. ഇനി ലാസ്റ്റ് ടൈം എന്താണ്? -a⁻n. അതുകൊണ്ടാണ് ഇവിടെ -a⁻n ഇൻറ്റു a മൈനസ് എ. അത് രണ്ടും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് -a+1 എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ഇൻറ്റു ലാസ്റ്റ് ടൈം ബൈ എന്താണ് 1 minus കോമൺ ഡിഫറൻസ്. 1 minus കോമൺ ഡിഫറൻസ് എന്താ? -a തന്നെയാണ്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഫോർമുലയിൽ വന്നത്. നമുക്ക് അത് പിന്നെ കമ്മ്യൂട്ടേഷൻ അങ്ങനെ ചെയ്താൽ 1 minus 1 minus a. വേറെ ചെയ്യാനൊന്നുമില്ല. ഇതാണ് നമ്മളിപ്പോൾ എന്താണ് സ്റ്റെപ്പ് റെസ്പോൺസ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ ഉണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് റെസ്പോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ കുട്ടികൾ സ്റ്റെപ്പ് റെസ്പോൺസ് കേൾക്കുമ്പോൾ ഫെമിലിയർ അല്ല എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും കൂടി ഈ കൺക്ലൂഷനിൽ നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ബാക്കിയെല്ലാം സിമ്പിളാണ്. വേറെ പ്രോബ്ലം ഇത് സ്കിപ്പ് ചെയ്യാമല്ലോ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. നമുക്ക് ഗ്രാഫിക്കൽ ചെയ്യാം പ്രോബ്ലംസ്, പിന്നെ ഉള്ളത് മെട്രിക്സിലും ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്സിലും മെട്രിക്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ x(n)ഉം h(n)ഉം സാമ്പിൾസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ മെട്രിക്സിലും ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രാഫിക്കൽ എപ്പോഴും ചെയ്യാം. പക്ഷെ ഇതിലാണെങ്കിൽ, ഇവിടെയൊക്കെ ആണെങ്കിൽ ഫങ്ഷൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായും ഗ്രാഫിക്കൽ തന്നെ ചെയ്യേണ്ടി വരും, ഫങ്ഷൻസ് ആണെങ്കിൽ. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം x(n) = cos pi n u(n). x(n) is equal to cos pi u(n). h(n) is equal to half raised to n u(n). Can you draw these two signals? Can you draw? നിങ്ങൾ പേപ്പറിൽ ഒന്ന് വരയ്ക്കാമോ? അല്ലെങ്കിൽ ഒന്ന് പറയാമോ? ആര് പറയും? ആര് പറയുന്നുണ്ട്? എല്ലാവരും അറ്റൻഡ് ആയിട്ടിരിക്കുന്നുണ്ട്. പേര് ആക്ടിവേറ്റ് ചെയ്യുന്നു. ഗുഡ്. ആദിൽ സംസാരിച്ചില്ല.
അത് സർ എങ്ങനെ എന്താണ് ഈ സിഗ്നൽ? നമ്മൾ ചെയ്തു തുടങ്ങിയില്ല, പക്ഷെ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ സിഗ്നലിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ വേണം, എന്നാലേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. വ്യക്തമായ ഐഡിയ നമ്മൾ സിഗ്നൽസ് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. അതായത് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എന്താണ് ഐഡിയ? കോസ് പൈ എൻ. സർ അറിയില്ല. അറിയില്ല? ഇത് നോക്കി വായിച്ചാൽ മതി, വായിച്ചു പറഞ്ഞാൽ മതി. കോസ് പൈ എൻ എന്താണ്? യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പൊ അതിന്റെ വാല്യൂസ് എന്താണ് ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും? കോസ് പൈ അല്ല, ലെഫ്റ്റ് സൈഡ് യു ഓഫ് എൻ മാത്രം കാര്യമാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ യു ഓഫ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും വാല്യൂസ്? 1/n 1/2 അല്ല, ഞാൻ കോസ് പൈ എൻ യു ഓഫ് എൻ എന്നുള്ള സിഗ്നല് യു ഓഫ് എൻ മാത്രമാണ് ചോദിക്കുന്നത്. യു ഓഫ് എൻ ലെഫ്റ്റ് സൈഡിൽ 0 ആണ്, ഒന്നുമില്ല. അതിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ഉള്ളൂ, എൻ വാല്യൂസ് ഉള്ളൂ അല്ലെ? അതാണ് സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്, ഒരു കോസ് എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഇങ്ങനെ സിൻസോയ്ഡൽ സിഗ്നൽ തന്നെയാണ്. സിൻസോയ്ഡൽ സിഗ്നൽ 90 ഡിഗ്രി ഷിഫ്റ്റ് ആയിട്ടുള്ള സിഗ്നലാണ് കോസ് പൈ. ഈ കോസ് പൈ എന്നിന്റെ കൂടെ ഒരു യു ഓഫ് എൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇതിന് റൈറ്റ് ഹാൻഡ്, അപ്പൊ കോസ് സിഗ്നലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇല്ല. അത് യു ഓഫ് എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് 0 ആയിപ്പോയി. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ സിഗ്നൽ എച്ച് ഓഫ് എൻ എന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അതേപോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഹാഫ് റേസ് ടു എൻ മൾട്ടിപ്ലൈ വിത്ത് യു ഓഫ് എൻ. സോ അതുകൊണ്ട് ഇത് താഴെ വരച്ച് കാണും, വരച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് രണ്ടും റൈറ്റ് ഹാൻഡ് സൈഡ് സീക്വൻസ് ആണ്. ഒന്ന് എക്സ്പോണൻഷ്യൽ സീക്വൻസ്, റൈറ്റ് ഹാൻഡ് സൈഡ് എക്സ്പോണൻഷ്യൽ സീക്വൻസ്. ദിസ് ഇസ് right hand side cosine sequence. The first problem. Okay. Cos pi n u of n. The cos pi means 180. Cos 180 is equal to -1 raised to n. Just a minute. Yes. Cos pi 1 -1 raised to n into u of n. And h of n നേരത്തെ ഉള്ള half into u of n. So then you convolute the signal, convolution of xn convolution to h of n, so that basically the summation from -infinity to +infinity cos pi we converted to cos pi k. So all are k dot converted, k u of k, and half into n minus k u of k. എല്ലാം ബേസിക് എന്നിൽ നിന്ന് നമ്മൾ കെയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. Where x of n is 0 for n is less than 0, so h of n is 0 for n is less than 0. നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലൊന്നും ഒരു വാല്യൂസും ഇല്ല. Then convolution xn convolute to hn. Now it is k from 0 to n. We are considering only up to n. And what is the value of cos pi n? Is -1 raised to n ആയിരുന്നു ഇവിടെ. So n is converted to k. നേരത്തെയുള്ള നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മൈനസ് റേസ് ടു n of un. un ആയതുകൊണ്ടാണ് അതിന്റെ ലിമിറ്റ് ഒക്കെ മാറിയത്. നമ്മളപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ ഹിന്റുകളുണ്ട്, നമ്മുടെ ലിമിറ്റ് എങ്ങനെ മാറുന്നു എന്നൊക്കെ ഹിന്റ് ഉണ്ട്. സോ
So it is k from 0 to n minus 1 raised to k into half into n minus k. Okay. Half into n minus k means this is a shifted n minus k raised to n. n in the power to n minus k. Then ഇതിനെ സം ചെയ്താൽ മതി. സമ്മേഷൻ. സമ്മേഷൻ ഏതൊക്കെ ചെയ്യണം? k വേരി ചെയ്യുന്ന സമ്മേഷൻ ആണ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു ടേം ഉണ്ട് ഹാഫ് റേസ് ടു n മൈനസ് കെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു n ബൈ ഹാഫ് റേസ് ടു മൈനസ് കെ അല്ലെങ്കിൽ ഇൻറ്റു ഹാഫ് റേസ് ടു മൈനസ് കെ. നമുക്കറിയാം എന്നിന്റെ വാല്യൂസ് നമുക്ക് കോൺസ്റ്റന്റ് ആണ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെൻ കെ ഈസ് വേരിയിങ്. അതുകൊണ്ടാണ് ഹാഫ് റേസ് ടു n നമ്മൾ കോമൺ ഫാക്ടർ ആയിട്ട് എടുത്തത്. ഇത്രയും കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് കണ്ടെയ്ൻ നോ k വേരിയബിൾ. സോ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. Then summation from k from 0 to n minus k raised to k into it is half raised to minus k അല്ലേ? half raised to minus k എന്ന് പറഞ്ഞാൽ 1/2 raised to minus k ആണ്. സോ അതിനെ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാഫ് റേസ് ടു മൈനസ് കെനെ 2 ഇൻറ്റു കെ ആയിട്ട് മാറ്റാം. അതാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് 2 ഇൻറ്റു കെ. So now we can sum a minus 1 raised to k to 2 raised to k. So then again these two are migrate. It is equal to minus 2 raised to k. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ഈ ഫോർമുല നമ്മൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. All we have എന്താണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഹാഫ് റേസ് ടു n ഇൻറ്റു ഇത് ഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഫൈനൈറ്റ് സീക്വൻസ് ആകുമ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ k is equal to 0. അതാണ് ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ k is equal to 0 കൊടുക്കണം. അപ്പോൾ ഏത് ടേം നമ്പേഴ്സ് റേസ് ടു 0 is 1 minus 2 raised to what? Common difference. minus 2 into last term is minus 2 raised to n. So ഇത് രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് minus 2 raised to n plus 1 common difference into final last term by 1 minus common difference. 1 minus common difference is minus 2. So minus or minus plus variant. So that the denominator is plus 3 and numerator is 1 minus plus 2 into minus or minus 2 ആക്കി 2 into minus. So it has the values only in right hand side. So they are splitting each other so that the 1/3 into 2 raised to n plus 2/3 into 2/3 2/3 into 2/3 into that 1/2 raised to n we can cancel, so that 2/3 into minus 1/2 raised to n cancel ചെയ്യുന്നു. So minus raised to n by n. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി I can have a feel that. So for n is greater than 0. So simply for n is equal to greater than 0, ഇത് ആൻസർ തന്നെയാണ്. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 1/3 half raised to n. ഇതിന് പകരം this is understood that this value is only in the right hand side. n is equal to greater than or equal. So we can write as u of n plus 2/3 minus that. Same answer into u of n. So answer either you can write like this. അവിടെയാണെങ്കിൽ നമ്മൾ എന്നിന്റെ വാല്യൂസ് കണ്ടീഷൻ പറയണം. ഇവിടെയാകുമ്പോൾ we can understand that it is multiplied with u of n because u of n is only a right hand side sequence. Okay, മനസ്സിലായോ? ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? നേരത്തെയുള്ള അതേ എനി ഡൗട്ട്? അനന്യ പ്രോബ്ലം ഡൗട്ട് ഉണ്ടോ?
ഇല്ല? So next problem. ഒരാൾ മാറിയില്ല. So next problem. Almost the same problem. You can do it that x of n. Second problem, x of n 1/3 raised to n, 1/3 raised to minus n, u minus n minus 1. And h of n is u n minus 1. So നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇത് കാണുമ്പോഴേ നമുക്ക് ചിലപ്പോൾ തലകറക്കമൊക്കെ വരും. പക്ഷെ നമുക്ക് എന്താണ് സിഗ്നൽ, എന്ത് സിഗ്നൽ റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണോ എന്നുള്ളൊരു ഐഡിയ. സോ അടുത്ത നമ്മൾ ആരെ സംസാരിക്കേണ്ട? അഞ്ചിമ എന്ന് പറയാം. അഞ്ചിമ, എന്ത് മനസ്സിലാക്കുക ഈ പ്രോബ്ലത്തിൽ നിന്ന്? വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഈ സിഗ്നൽ? സർ, ഇത് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുവാണ്. അപ്പൊ അത് -1 ആയതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് സൈഡിലോട്ടാണ് ഫംഗ്ഷൻ. ഓക്കെ. പിന്നെ h of n റൈറ്റ് ഹാൻഡ് സൈഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണോ? നിങ്ങൾ വരച്ച് നോക്കുക, വരച്ച് നോക്കിയിട്ട് പറയൂ. ഈ സിഗ്നൽ വരച്ച് നോക്കുക. ഇവിടെ നോക്കുന്നത് നമ്മൾ x of n equals 1/3 raised to minus n multiply with a step response. A step response having u minus n minus 1. അത് നമ്മൾ rearrange as 3 into n. കാരണം 1/3 raised to minus n is converted as 3 raised to n. u n. Can you draw this? എന്നിട്ട് പറയാമോ? അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ഒരാൾ മനുഷ്യന്മാർ വരയ്ക്കുമ്പോഴത്തേക്ക് ഒരു പേരെ ഉള്ളല്ലേ, നമുക്ക് കുറച്ച് പേരെ ഉള്ളല്ലേ. ആദ്യം തുടങ്ങുമല്ലോ. ആതിര. ഇത് എന്താണ് ഇതിന്റെ? കഴിഞ്ഞ പ്രാവശ്യം ആതിര ചോദിച്ചത് നമ്മൾ. ഇത് u minus n minus 1 മൾട്ടിപ്ലൈ ചെയ്ത ഒരു 1/3 raised to minus n is an exponential sequence. അതുകൊണ്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 raised to n എന്നുള്ളത്. ആ സിഗ്നലിനെ വേറൊരു ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? സിഗ്നലിന്റെ വാല്യൂസ് എങ്ങോട്ടേക്കാണോ? റൈറ്റിലാണോ ലെഫ്റ്റിലാണോ എന്നോ? അതായത് we have to know what is this minus n minus 1. എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമിറ്റ് പറയുന്നത് -∞ -1 വരും. -∞ to -∞ പോകും. അതെ, കറക്റ്റ്. അതായത് ഇത് സാധാരണ സ്റ്റെപ്പ് അല്ലേ അഞ്ജിമ? സാധാരണ സ്റ്റെപ്പ് അല്ല. നമ്മൾ നേരത്തെ ഉള്ളത് ഇറ്റ് ഇസ് u of n ആണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ u of -n. u of -n ആകുമ്പോഴത്തേക്ക് അത് ടൈം റിവേഴ്സലായി പോയി. അതായത് ഫോൾഡഡ് ആയി ലെഫ്റ്റ് സൈഡിൽ പോയി. എന്നിട്ട് 1 place ഈസ് ഷിഫ്റ്റഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. കാരണം ഇന്നലെ പറഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഇൻവേർട്ടഡ് സിഗ്നലിന്റെ -1 ആണെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ഇൻവേർട്ടഡ് അല്ലാത്ത സിഗ്നലിന്റെ -n എന്ന് പറഞ്ഞാൽ അത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ. സോ ഇവിടെ ആണെങ്കിൽ u
minus n minus 1, that means they already shifted towards actually u minus n is equal to value from minus infinity to 0. Then it is shifted towards left, means minus 1. So that means it has a value only in minus infinity to. N has the values only from minus infinity to minus 1. Otherwise, what is this one? This is also idea. Adria? സർ H മറ്റേ of n, u, യു ഓഫ് എൻ മൈനസ് Step. 1 എന്ന് പറയുമ്പോൾ 1 മുതൽ ഇൻഫിനിറ്റി വരെ. കറക്റ്റ് കറക്റ്റ്. സ്റ്റെപ്പ് റെസ്പോൺസ് ആണ് എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. അതിൽ യു എൻ മൈനസ് 1, അപ്പം 1 മുതലേ വാല്യൂസ് ഉള്ളു. ഒരു സൈഡ് ഷിഫ്റ്റ് ചെയ്തു, സ്റ്റെപ്പ് റെസ്പോൺസ് ഒരു സൈഡിലോ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ദാറ്റ് ദി സ്റ്റാർട്ടിംഗ് വാല്യൂ സ്റ്റാർട്ടിംഗ് ഫ്രം 1 to ഇൻഫിനിറ്റി. സോ ഇതാണ് നമ്മുടെ പിക്ചർ ഓഫ് ദി ഗിവൺ സിഗ്നൽ. ഇത് അറിയാമെങ്കിൽ, ഇത് ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ നമുക്ക് എന്താ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബേസിക് ഇക്വേഷൻ ഒക്കെ അറിയാം. y of n is equal to xn convolute to hn. So this is a basic equation, summation of from minus infinity to infinity x of k hn minus k. Okay. That's the basic equation of a convolution function. ഇനി എന്താണ്, ഇനി നമ്മൾ അറിഞ്ഞതാണ്. So convolution to, you can find that it has a value from n minus 1 is less than minus 1. So x of k has 0. നമ്മൾ പറഞ്ഞതാണ് x of k has 0, k is greater than minus 1. അതായത് റൈറ്റ് സൈഡിൽ മൈനസ് 1 കൂടുതലാകുമ്പോൾ there is no value, and h minus k, n minus k is 0 for k is n minus 1. That means this has a value starting from minus infinity to 1 vare 0 ആണ്. It has only value k is starting from n minus 1. So ഇനി രണ്ടും കൂടെ കോൺവോല്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? കോൺവോല്യൂട്ട് ചെയ്യുമ്പോൾ സിഗ്നൽ ഈസ് we can have a the 3 raised to have a yn is equal to 3 raised to k. K shifted to k, and values എന്ത് വരുന്നു നോക്കിയേ. വാല്യൂസ് മൈനസ് ഇൻഫിനിറ്റി ടു നമ്മൾ കോൺവോല്യൂട്ട് ചെയ്ത് ഇതും കൂടെ നോക്കുമ്പോൾ വാല്യൂ ഓൺലി ഫ്രം അപ് ടു, നേരത്തെ -1 ആണ്, പക്ഷെ നമ്മുടെ രണ്ടാമത്തെ സിഗ്നൽ എച്ച് ഓഫ് എൻ എന്താണ് n-1 തൊട്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വാല്യൂസ് കോൺവോല്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു രണ്ടാമത്തേത് y ഓഫ് n ആണ്. അതായത് y ഓഫ് n ഈസ് കോൺവല്യൂഷൻ വിത്ത് x ഓഫ് n. x ഓഫ് n ഹാസ് മൈനസ് ഇൻഫിനിറ്റി ടു -1. രണ്ടാമത്തത് h ഓഫ് n ഈസ് ഹാവിംഗ് വാല്യൂസ് സ്റ്റാർട്ടിംഗ് ഫ്രം n-1 to right hand side, n-1 to right hand side. So that is having values only from k from minus infinity to n-1. Three k raised to n. Now we can apply the your summation sequence. And again, k from minus infinity to -1, 3 raised to k. Similarly, അവരെ പിക്ചറിലായിട്ട് ചെയ്തിരിക്കുകയാണ്. x of k has 1/3 raised to minus k, u minus k. h of k has u k minus 1. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞാണ് 0 മൈനസ് ഇൻഫിനിറ്റി തൊട്ട് -1 വരെയുള്ള ഫസ്റ്റ് സിഗ്നൽ വാല്യൂസ് ഉള്ളൂ. ഇതിന്റെ വാല്യൂസ് എന്താണ്? 0, 1 മുതൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടേ ഉള്ളൂ. ഇതിൽ കുറച്ച് ഇത് എച്ച് ഓഫ് കെയെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകും. അപ്പം 0 ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0 ദർ ഈസ് നോ വാല്യൂ. സോ
So starting from minus k, minus 2, minus 2. So this is h k minus 1. Then after the convolution property എന്താണ് h minus k minus k യും നമ്മുടെ x of k യും കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ഒരു സൈഡ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെയും റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കും. So that can add an answer. So ultimately we can obtain as f is equal to k from minus infinity to n minus 1. 3k മാത്രമേ വരൂ. എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും? So we can have a formula. We can have a formula from 0 to infinite sequence. First time to infinite sequence നമുക്ക് formula. We have a formula. Then so this is can be inverted. So that means this limit can be taken. This is k from minus infinity to n minus 1. That is same value തന്നെയാണ് k from n minus 1 to infinity, but the function is converted to minus k. So if k is equal to minus k, 3 minus k, so k from values from n minus 1 to n minus 1 alla 1. Okay, it is inverted. N minus 1 2 is n minus 1 to infinity. So that is having values from 3. First term is now 3n minus 1 plus next value 3n minus 2 plus up to infinity. So same value, we can have a formula from minus infinity to n minus 1 or values and values, the finite values. നമുക്ക് അതിനെ inverted ആയിട്ട് എടുക്കാം, but provided this is inverted. So finally n minus 1, 1 plus 1 by 3. First term by 1 minus 1 by 3. It is an infinite series equation, so that the final value is 3n minus 1 into 1 by 1 by 3. 1 by 1 by 3 is 2 by 3, so 3 by 2 out. 3 by 2, so 3 by 2, 2 is 0.5, that 3 is added here, so that it is 3 raised to n. So this is a value for n from less than 0, and it has a value from greater than 0, it has value up to k from minus infinity to 1, 3k, 3 raised to k. Then it can be converted k 1 to infinity 1 by 3 raised to k. Why not they not taking here also? ഇവിടെ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, അതാണ് സംശയം. അതായത് ശരിക്കുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. Summation from minus infinity to minus 1 3 raised to k. So here we changing the limit, so that changing the limit from 1 to infinity, then the k is also minus 1. So 3 raised to minus k, that is why 1 by 3 raised to k. So ഇവിടെയും എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ ഇത് ചെയ്തിരിക്കുന്നത് മിസ്റ്റേക്ക് ഉണ്ട്. Equal to is equal to when you changing the limit
from minus infinity to finite values, from the finite n minus 1 to infinity, then the k is minus k, 1 by 3 ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. So maybe this is wrong, but the second part is right. ഇതേപോലെ ചെയ്താൽ മതി. This is fine. K is from minus infinity to minus 1 raised to k. ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ k മൈനസ് k ആക്കുകയാണ്. k is equal to minus k. So that infinity is minus infinity to infinity ഇത് 1 ആവും. അതുകൊണ്ടാണ് 1 to infinity. But k is minus 1 ആയതുകൊണ്ട് k is replaced as minus k. So that it is 1 by 3 raised to k. So this is the answer. Doubt ഉണ്ടോ ഇതിൽ? Anybody? Midin? Doubt ഉണ്ടോ ഇത്? Midin? ഇതൊന്ന് ചെക്ക് ചേഞ്ച് ചെയ്യണം. ഇതിൽ കറക്റ്റ് അല്ല, കാരണം ലിമിറ്റ് മാറ്റി ലിമിറ്റിന്റെ റേഞ്ച് മാറ്റുക. മൈനസ് ഇൻഫിനിറ്റി ടു സം ഫൈനൈറ്റ് നമ്പറിനെ ഫൈനൈറ്റ് നമ്പർ ടു ഇൻഫിനിറ്റി ആക്കി കഴിഞ്ഞാൽ അതിന്റെ കെ ഈസ് ഈക്വൽ ടു മൈനസ് കെ ആക്കി മാറ്റുക. Okay. Step response to then next you can take a stability. Last step. Stability criteria. Next we can study stability of the system. എന്താണ് ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലേ എന്ന്? കാരണം നമുക്കൊരു സിസ്റ്റത്തിലെ ഔട്ട്പുട്ട് അറിയാം, ഇൻപുട്ട് അറിയാം, എച്ച് ഓഫ് എന്നും അറിയാം. ഔട്ട്പുട്ടും ഇൻപുട്ടും അറിയെങ്കിൽ എച്ച് ഓഫ് എൻ അറിയാം, അല്ലെങ്കിൽ ഇൻപുട്ടും എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ്, ഇൻപുട്ടും ഇമ്പൾസ് റെസ്പോൺസും കണ്ടു കഴിഞ്ഞാൽ കിട്ടിയെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടും കണ്ടുപിടിക്കും. ഓക്കെ, സോ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണെങ്കിൽ ദ impulse response is satisfy this one. It should be modulus of summation from k from minus infinity to infinity x of k modulus minus infinity. അപ്പോൾ ഇതൊന്ന് എന്ത് മനസ്സിലാക്കുന്നു? നമ്മുടെ എച്ച് ഓഫ് എൻ ഇമ്പൾസ് റെസ്പോൺസിന് ചിലപ്പോൾ n വാല്യൂസ് കാണും, 0 മുതൽ ചിലപ്പോൾ n വരെ വാല്യൂ. ഈ ഓരോ സാമ്പിൾസും, ഇതുകൊണ്ട് മനസ്സിലാക്കുന്ന ഓരോ സാമ്പിൾസും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഡ് ചെയ്യുന്ന വാല്യൂ വിൽ ബി ഫൈനൈറ്റ് ആയിരിക്കണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വാല്യൂ ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. സോ ഇഫ് എ impulse response is finite, if a impulse response summation from minus infinity to infinity modulus of h of k is countable or countable and its value is less than infinity, then it is a stable system. So impulse response is, a system is stable only when the h of n, modulus of h of n is countable. So this is a definition. A system is said to be stable if a bounded input sequence always produce a bounded output sequence. Then the system is stable. So input should be bounded. Bounded means x of n is modulus is should be less than that of some a constant value. That value is infinity less than infinity. അപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഒരു സിസ്റ്റം സ്റ്റേബിൾ ആകുമ്പോൾ? നമ്മളൊരു പ്രോബ്ലം നോക്കാം. അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ കംപ്ലീറ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ, അരമണിക്കൂർ തീർക്കാം. The next problem,
Find Okay, sir. for a given impulse response h of n, given impulse response h of n, find whether the system is causal or and stable. Causal ആണോ ചെക്ക് ചെയ്യണം, സ്റ്റേബിൾ ആണ്. എന്താണ് കോസൽ സിസ്റ്റം? നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. കോസൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്താണ്? It will not have n minus 10. Then it will not have the future thing. And h of n 2 raised to minus u of n minus 2 raised to minus u of n so the value you can okay the h of n value substitute, you can value substitute h of 0 substitute here. 0 substitute ചെയ്യുമ്പോൾ 2 raised to 0 u raised to minus u raised to 0 is okay, it is 0 തന്നെ വരും. u raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? u raised to n is an inverted sequence. u of n ന്റെ ഇൻവേർട്ടഡ് ആയിരിക്കും ഉള്ളത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ സീക്വൻസ് ഉള്ളൂ. ഇനി u h of 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2 raised to 1 u of minus 1. u of minus 1 എന്ന് പറയുന്നത് എന്താണ്? സിഗ്നൽ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. u of minus 1, അതായത് h of 1ന്റെ ആൻസർ u of minus 1 ആണ്. u of minus 1 എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ടേം ആണ്. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഈസ് എ നോൺ കോസൽ സിസ്റ്റം. നമ്മൾ ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ കോസലാണോ ഇല്ലയെന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ വാല്യൂസ് ഇട്ട് നോക്കാം. നമുക്കൊരു പോസിറ്റീവ് വാല്യൂസ് ഇടുമ്പോൾ ആ പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ പാസ്റ്റ് വാല്യൂസിന് അല്ലെ പ്രസന്റ് വാല്യൂസിന് അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂസിന് പാസ്റ്റിന്റെ ടൈം വേണമെങ്കിൽ അല്ല ഫ്യൂച്ചർ ടൈം വേണമെന്ന് പറയുമ്പോഴത്തേക്ക് കോസൽ അല്ലാതാണ്, നോൺ കോസലാണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ നോൺ കോസൽ സിസ്റ്റം. നിങ്ങൾ 0 ഇടുമ്പോൾ പ്രോബ്ലം ഇല്ല, u of 0 സെയിം തന്നെ. u1 u2 ഒക്കെ ഇടുമ്പോൾ 2 raised to 1 2 raised to 2 അല്ലെങ്കിൽ u of minus 1 minus 2 minus 1 minus 2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സിഗ്നൽ റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് റൈറ്റിലോട്ടുള്ള സിഗ്നൽ വേണമെങ്കിൽ ലെഫ്റ്റിലോട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ടൈം സിഗ്നൽസ്. അപ്പോൾ റൈറ്റിലോട്ടുള്ള സിഗ്നൽ എല്ലാം പാസ്റ്റ് സിഗ്നൽസ്, ലെഫ്റ്റിലോട്ടുള്ള പോകുന്ന സിഗ്നൽസ് എല്ലാം ഫ്യൂച്ചർ സിഗ്നൽസ് ആണ്. So അതുകൊണ്ട് it is a non-causal system. And what is the stability? Stability is summation from n from minus infinity to infinity h of n modulus will be less than of infinity. So നമ്മുടെ സിഗ്നലിനെ നമ്മൾ മോഡുലസ് എടുക്കുക, മോഡുലസ് സൈൻ നോട്ട് ബാർ ആൻഡ് സം ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എക്സ് ഓഫ് എന്നെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നിങ്ങൾ polarity എടുത്തുക, മോഡുലസ് എടുക്കുക. Then what is this? So we have a minus infinity to infinity 2 raised to n u of minus n, and u of minus n വന്നുകൊണ്ട് എന്ത് വരും? The limit is from n from minus infinity to 0 2 raised to n. ഇവിടെ നോക്കി നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലം തന്നെ വരികയാണ്. മൈനസ് ഇൻഫിനിറ്റി ടു 0 2 raised to n. അപ്പം നമുക്കറിയാവുന്ന സിറ്റുവേഷൻ 0 to ഇൻഫിനിറ്റി ആണ്. സോ ഇവിടെ നമ്മൾ എന്നിനെ മൈനസ് എന്നിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് എന്ത് വരും? 0 തന്നെ വരും, n 0 മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ആയിട്ട് വരും. സോ ഇവിടെയാണെങ്കിലോ എന്നിനെ മൈനസ് എൻ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 raised to minus n ആണ് വരുന്നത്. 2 raised to minus n ഈസ് നത്തിങ് ബട്ട് 1/2. 2 raised to minus 1 എന്ന് പറഞ്ഞാൽ 1/2 raised to n വരും. And then we can have the infinite series applied. So first term is 1 itself by 1 minus common difference, half. So 1 minus half when 1/2 is 2. So answer is 2. So what is that? So this is summation from n from minus infinity to infinity is a summable one. So
the system is stable. Clear? ഇവിടെയാണെങ്കിൽ നമ്മൾ കോസൽ ആണോ ചെക്ക് ചെയ്തു, then whether it is a stable or so if the system is എന്താണ് final answer, the system is non-causal but stable. Okay, the next problem. Next problem, given h of n e raised to 2n u n minus 1. E raised to 2n. So here also you can substitute a value. H of n is equal to 0. So e raised to 2 into 0, u 0 minus 1. So minus 1 is it is shifted towards light. So 0 and varum. Then when values is increasing, 1, the value is increasing, so that it is actually this is a shifted signal. So shifted signal means it is same as the right hand side signal. Right hand side signal, or it is a fast signal. So the system is causal. Then we can take the summation from n from 0 to infinity e raised to 2n u n minus 1. u n minus 1. So there is another problem is here. U of n minus 1. So u n minus 1 endana u n minus 1, the step response shifted towards right. So this is value is starting from 1 to infinity. Clear? U n minus 1 u n minus 1 is the signal it is starting from step response starting from u n minus 1. So shifting towards the right side 1 to starting from 1 to infinity. So that the limit എന്തായിരിക്കണം n from 1 to infinity ആയിരിക്കണം. So this is wrong. So 1 to infinity e raised to 2n. So 1 കൊടുക്കുമ്പോൾ എന്ത് വരും? e raised to 2 തൊട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വാല്യൂസ്. e raised to 2 plus e raised to 4 plus up to infinity. So summation is infinity. So no, yeah, the summation modulus of this one is equal to infinity. So this is not less than infinity. So the system is unstable. The system is causal but unstable. Okay. So stop recording.